ഈ പെൺകുട്ടികളുടെ കാര്യം നമ്മുടെ കാന്തപുരം അണ്ണൻ പറഞ്ഞതിനെ പറ്റി സ്ത്രീപക്ഷവാദിയായ ഷെഫീന ഇതുവരെ പറഞ്ഞില്ല. പകരം കാമിത വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാമിത പറയുന്ന കറക്റ്റ് അല്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ 20-ാം നൂറ്റാണ്ടിലാണോ 19-ാം നൂറ്റാണ്ടിലാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ അങ്ങ് 6-ാം നൂറ്റാണ്ടിലുള്ളതാണ്. അപ്പം പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? ഈ വിഷയത്തിൽ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വന്നൊരു കമൻറ്റ് ആണ് അതിൻ്റെ ആധാരം. ആക്ച്വലി ഈ കമൻറ്റ് ഇട്ട ആൾ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മൗലികാവകാശ നിഷേധം തന്നെയാണ്. ഇപ്പോൾ ശബരിമലയിൽ മൗലികാവകാശ നിഷേധമായതുകൊണ്ടാണ് അവിടെ ആള് കയറണമെന്ന് പറഞ്ഞത്. എല്ലാ മതവിഭാഗത്തിലും ഇതുണ്ട്. പെൺകുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടവളെന്നാണ് ഈ എല്ലാ മതത്തിലും എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ഓരോ മനുഷ്യർക്കും അവരവരുടേതായ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും, വ്യാഖ്യാനങ്ങളുണ്ടാവും. ഇപ്പം സ്മൃതി വ്യാഖ്യാനിക്കുന്നവർക്ക് അപ്പോഴവൻ്റെ ബോധ നിലവാരം എന്താണോ അതിനെപ്പറ്റി ഒരു വിവർത്തനം എഴുതി അങ്ങോട്ട് വയ്ക്കും. അത് വായിക്കുന്നവർ അതേ രീതിയിൽ മനസ്സിലാക്കലും ഉണ്ടാവും. അതേസമയം യഥാർത്ഥ ബോധത്തോടു കൂടി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. മാതാ, പിതാ, ഗുരു, ദൈവം. അപ്പം നമുക്കിത് എടുക്കുമ്പോൾ പറയുമ്പോൾ ഹിന്ദു ദൈവങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസത്തിൽ ഒരു കാരണവശാലും സ്ത്രീകളെ അവഹേളിക്കുന്നില്ല. അവിടെ മാതാവെന്ന് പറയുന്നതിനാണ് ഫസ്റ്റ് പ്രിയോറിറ്റി. അതുകൊണ്ടാണ് മാതാവ്, പിതാവ്, ഗുരു, പിന്നെ ദൈവം. പക്ഷെ കൺസെപ്റ്റ് എന്താണ്? മാതാവാണ് യാഥാർത്ഥ്യം. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന അമ്മയിലൂടെയാണ്. പിന്നെ അമ്മ കാണിക്കുന്നതാണ് അച്ഛൻ. ഈ അമ്മ പറയുന്നത് ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അത് തന്നെ. അച്ഛൻ നമ്മളെ കൊണ്ടുപോയി ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ രീതി എന്താണ്? അമ്മ വീട്ടിനകത്താണ്, പാചകം, പ്രസവം, അതാണ് അമ്മയുടെ തൊഴിൽ, വീട് വൃത്തിയാക്കൽ. അതേസമയം അച്ഛൻ പുറം ലോകവുമായിട്ടൊക്കെ ടച്ചപ്പുള്ള ആൾ കൊണ്ടുപോയി ചേർക്കുന്ന ആരുടെ? ഗുരുവിൻ്റെ അടുത്ത്. ഗുരു നമുക്ക് ദൈവം ഏതെന്ന് കാണിച്ചു തരും. ഈ ഒരു കൺസെപ്റ്റാണ്. ഇങ്ങനെ ഈ അച്ഛൻ്റെ അടുത്ത് പോവാതെയും ഗുരുവിൻ്റെ അടുത്ത് പോകാത്തവർക്കും ദൈവം അമ്മ തന്നെ ആയിരിക്കും. അത് അങ്ങനെ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. അതേപോലെ തന്നെയാണ് ഈ പുത്രോ രക്ഷതി വാർദ്ധക്യെ, പിന്നെ സഹോദരനും അച്ഛനും ഭർത്താവും കുഞ്ഞും ഒക്കെ ആയിട്ട് രക്ഷിക്കേണ്ട ഒരു ഗതികേട് ഉള്ളതാണ് പെണ്ണ് എന്ന രീതിയിലൊരു ടേമുണ്ട്. അതിനകത്ത് നമുക്ക് തോന്നുമ്പോൾ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നുള്ള ആ ഒരു ലൈൻ, ടാഗ് ലൈൻ ഒഴിച്ചാൽ ബാക്കി മൂന്നും ഏകദേശം ഒരേ ചിന്താരീതിയിൽ എഴുതിയാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്രായത്തിൽ നീ അച്ഛനാൽ സംരക്ഷിക്കപ്പെടണം, കുറച്ച് കഴിയുമ്പോൾ സഹോദരനാൽ സംരക്ഷിക്കപ്പെടണം, പിന്നീട് ഭർത്താവാൽ സംരക്ഷിക്കപ്പെടണം, അത് കഴിഞ്ഞ് പുത്രനാൽ സംരക്ഷിക്കപ്പെടണം. ഇത് സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവൾ എന്നൊരു മെസ്സേജാണ് അതിനകത്തുള്ളത്. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വഷളാകുന്നത്. അപ്പൊ ഇത് ഹിന്ദുമത വിശ്വാസത്തിൽ ഇതുണ്ട്, അത് ആവർത്തിക്കപ്പെട്ടിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരു നായർ കമ്മ്യൂണിറ്റിയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഈ ചൂട്ടുകറ്റ അതിനെയൊക്കെ പറ്റി മന്നത്ത് പത്മനാഭന്റെ പുസ്തകത്തിലൊക്കെ വന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയും. പക്ഷെ അന്നത്തെ പെൺകുട്ടികളുടെ തലയിലേക്ക് ഓതിക്കൊടുത്തെന്നാണ് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് ആണുങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം പെണ്ണുങ്ങൾക്കുണ്ട്. ഇവ നമ്പൂരീശാന് വന്നിട്ട് പൂശാമുട്ടമ്മ വരുന്ന സ്ഥലമാണ് എന്നുള്ള ടൈമിൽ നമ്മൾ പറയുമെങ്കിലും ഈ പൂശാൻ തയ്യാറായി ഇവിടെ പെണ്ണുങ്ങൾ നിന്നിട്ടല്ലേ. അവർക്കത് ചൂസ് ചെയ്യാനുള്ള വൈഡായിട്ടുള്ള അവരുടെ ഒരു വിശാല മനസ്കത അതിനകത്തുണ്ടെന്നാണ് അവർ പറയുന്നത്. അവരുടെ അവകാശവാദം അതാണ്. അതിനകത്തുള്ള ഒരു വൃത്തികേട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് കാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങളും വിദ്യാഭ്യാസവും കൊണ്ടാണ് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയത്. ഇത് അടിമത്തമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആ മനസ്സിലാക്കലുകളിൽ നിന്നാണ് അവർ അതിലേക്ക് ഡെവലപ്പായി വന്നത്. ഇതേ വിഷയം തന്നെയാണ് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലും. കാന്തപുരം എന്ന് പറയുന്നത് അതിനകത്ത് AP എന്നും വേറെ ഒരു വിഭാഗം, 2 വിഭാഗമായിട്ടൊക്കെ തന്നെ ഉണ്ട്, 2-3 വിഭാഗം ഉണ്ട് അതിനകത്ത്. അതിൽ കുറേ പേര് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. ഇപ്പോൾ താലിബാൻ, എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ് ഈ താലിബാൻ. ഈ മുഖം മറയ്ക്കുന്നത്, ഈ മുഖം മറയ്ക്കുന്നവർ ചെയ്യുന്നത് അവരുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ മുഖം മറയ്ക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അടുത്തിരിക്കുന്നവനിക്ക് അറിയണ്ടേ നീ ഏതാണെന്ന്, ഇത് ഏത് സംഗതി, ആണാണോ പെണ്ണാണോ എന്നല്ല അറിയാനുള്ള അവകാശം അവർക്കില്ലേ. എൻ്റെ ഒപ്പം വന്നിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ ഇതുപോലുള്ള പേക്കൂത്തുകൾ ഭയങ്കര അരോചകമാണ്. ഇവർ മാത്രമേ ഉള്ളൂവെങ്കിൽ അവരെന്ത് പേക്കൂത്ത് കാണിച്ചാലും ആർക്കും ഒന്നുമില്ല. പക്ഷെ മറ്റവർക്കത് കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എതിർക്കണം. അത് മാത്രമല്ല, എൻ്റെ ഐഡന്റിറ്റി ഞാൻ മറച്ചു വെക്കണം എന്നൊരാൾ പറഞ്ഞാൽ അത് വേണോ വേണ്ടെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത സ്ത്രീ സമുദായത്തിന് അല്ലെ സമൂഹത്തിന് തന്നെ ഒരു അപകടമാണെന്ന് പറയും. സമുദായമല്ല, സമൂഹം. അപ്പം സ്ത്രീകൾക്ക് അവർക്ക് തോന്നണം, ഞാൻ സംരക്ഷിക്കപ്പെടേണ്ടവളല്ല. എന്നെ ആരെങ്കിലും സംരക്ഷിക്കാൻ തന്നെ അടിയും പറ്റിക്കും. എന്നെ ഇപ്പം ആരും സംരക്ഷിക്കേണ്ട, എനിക്ക് സ്വയം സംരക്ഷിക്കാൻ അറിയാം. അങ്ങനെ ഒരു ലെവലിലേക്ക് പെണ്ണുങ്ങൾ വന്നാൽ മാത്രമേ ഇതിനൊരു തീർപ്പുണ്ടാവും. ഇവിടെ സംവരണം കൊടുത്ത് പെൺകുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതായത് പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഫ്രീ ആണ്, ബസ്സിൽ ഫ്രീ ആണ് ഇവർക്കൊക്കെ. എന്തിനീ ഫ്രീ എന്ന് പെണ്ണുങ്ങൾക്ക് തിരിച്ചു ചോദിക്കാൻ അറിയില്ല. ഞങ്ങൾക്ക് എന്തിനു ഫ്രീ? ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇതൊന്നും താല്പര്യമില്ല. അത്
ഈ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളോട് പറയണം മോള് നല്ല അടക്കൊതുക്കുള്ള കുഞ്ഞാ എന്ന് പറഞ്ഞു കൊടുക്കും. എന്തിനാണെന്നറിയാമോ? അത് അവൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. ഓ, എന്നെ മറ്റുള്ള പെൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല അടക്കൊതുക്കുള്ള കുട്ടി എന്ന് പറയണോ? ആ, ഞാൻ മെഡിക്കുക ഒന്നുമല്ല, നിന്നെ ഒതുക്കാണ്. അങ്ങ് അറ്റം വരെ നീ ഒതുങ്ങണം. നിനക്ക് പിന്നെ സ്വാതന്ത്ര്യം ഉണ്ടാവൂല. കാരണം നീ ഇപ്പൊ ഓടിപ്പോയി അടുത്തൊരു പുഴയുണ്ട് എന്ന് ചാടി കുളിക്കണോന്ന് വെക്കാം. അടക്കൊതുക്കുള്ള കുട്ടി കൊണ്ട് പറ്റോ? പാടൂല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവള് ചട്ടമ്പിയായില്ലേ? ഇളക്കമുള്ള പെണ്ണ. മരത്തിലൊന്ന് കയറണം, ഒരു മാങ്ങ വിച്ചണം, ആ മരം കയറിയ മതിലൊന്ന് ചാടണം. മറ്റേ ചാട്ടല്ല കേട്ടോ. അപ്പൊ അപ്പോഴും പറയാം, ആ ഡോ നോക്ക് മതിൽ ചാടുന്നു. ഒരടക്കൊതുക്കൊല്ലാത്ത പെണ്ണ. ഇത് ആ കൊടുക്കുന്ന സാധനം സത്യത്തിൽ ഈ പെൺകുട്ടികളെ അടക്കാനുള്ളൊരു വഴിയാണ്. ഇപ്പം പെണ്ണുങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് പെൺകുട്ടികളെ ഒതുക്കി നിർത്താനുള്ളതാണ്. ഈ കമ്പാരിസൺ നടത്തുമ്പോൾ ഈ ഫെമിനിസം എന്ന് പറയുന്നിടത്ത് ഞാൻ ഒരുപടി കൂടെ ചിന്തിക്കുന്ന ആളാണ്. സ്ത്രീകൾക്കാണ് കപ്പാസിറ്റി കൂടുതൽ. അത് ഏത് ലെവലിലും. അതായത് നമ്മൾ മരണം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രത്തോളം പ്രശ്നങ്ങളാണ്. 5 മാസം വരെ ഛർദിൽ, പിന്നെ ഉള്ള ആ വെയിറ്റ് കൊണ്ടുള്ള നടപ്പ്. നമ്മളൊരു 4-5 കിലോ വയറ്റിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. പിന്നെ ശരീരത്തിലുള്ള എല്ലാ ഇതും സ്ട്രെസ്സും എല്ലാ ഞരമ്പുകളും മുറുകി വലിഞ്ഞ് പൊട്ടുമാറ് വേദനയിലാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. ജനിച്ചാൽ തീരുമോ? പിന്നെയും ഉണ്ട് അത് ഒരു പരുവമാകുന്നത് വരെ നമ്മൾ മുല കൊടുക്കുമ്പോൾ മുല വെടിക്കൽ തുടങ്ങി അങ്ങേയറ്റം ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയാണ്. അതും മാസക്കണക്കിന് നീണ്ടു നിൽക്കുന്ന ഒരു സ്ട്രെസ്സാണ് നമുക്കത് തരുന്നത്. ഇപ്പം ഈ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നതാണ്. പലർക്കും അത് മനസ്സിലാകത്തില്ല. ഡിപ്രഷൻസ് ആർക്കും മനസ്സിലാകത്തില്ല എന്നുള്ളത്. അപ്പം അത്രയും അത് ഫേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പെണ്ണാണത്. അതിൻ്റെ കൂടെ വീട്ടിലുള്ള ആ ഒരു ഫിസിക്കൽ ടോർച്ചർ, മെന്റൽ ടോർച്ചർ, ഇതെല്ലാം താങ്ങുന്നത് സ്ത്രീയാണ്. ഇത് തിരിച്ച് അവരെ കൊണ്ട് ഒരു നിമിഷം വരത്തില്ല. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നോക്കിക്കോളൂ, ഇഷ്ടംപാട് സൂയിസൈഡ് നമുക്കിവിടെ കാണാം. സ്ത്രീകളെ പോലുള്ള മൈൻഡ് കപ്പാസിറ്റി ആണുങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും പറയുന്നത് പെണ്ണുങ്ങൾ അങ്ങനെയല്ല, പെണ്ണ് അബലയാണ്, പെണ്ണ് തബലയല്ല. പെണ്ണ് എന്താണെന്ന് ആ പെണ്ണിനറിയില്ല എന്നുള്ളതാണ് അപ്പുറത്ത് നിൽക്കുന്ന ഗോഷ്ഠികളുടെ വിജയം. നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടവരല്ല. നമ്മൾ അവരെക്കാൾ ശക്തരാണ്, മെന്റലി, ഫിസിക്കലി. ഇപ്പോൾ പലരും, ഇപ്പോൾ ഞാൻ പ്രിയങ്ക ചോപ്രയുടെ ഒരു വീഡിയോ കാണാനിടെ, അപ്പോൾ അവൾ അതിനകത്ത് പറയുന്നുണ്ട്, നോ ഐ കനോട്ട് ഡു എ ഫൈൽ വൺ തിങ് എന്ന്. യു ക്യാൻ. അത് ഇപ്പം നമ്മൾ ജനിക്കുമ്പോൾ ഒരേപോലെയാണ്, ഒരേ ലെവലിലാണ് നമ്മൾ ജനിച്ച് വീഴുന്നത്. പിന്നീടുള്ള നമ്മളെ വളർത്തുന്ന രീതി, ഇപ്പം ആൺകുട്ടികളൊന്ന് തുള്ളി ചാടിയാൽ ആ കുഴപ്പമില്ല, പെൺകുട്ടി ചാടരുത്, പെൺകുട്ടിയാണ്, അതൊന്നും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മതിൽ ചാട്ടം, ബാളുകളി, ചാട്ടം, ഓട്ടം, കൂത്ത്, പേക്കൂത്ത്, ഇതൊക്കെ കാട്ടുമ്പോൾ, ആണുങ്ങൾ കാട്ടുമ്പോൾ വാവ് കുസൃതി കുട്ടൻ എൻ്റെ മോൻ. പെങ്കൊച്ചാണ് കൊസറാക്കൊള്ളി ചാടുന്ന ചാട്ടം കണ്ടില്ല, ഇത് എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. ഇതാണ് ടൈം. അതിൽ കൂടെ പെണ്ണ് കാം ക്വയറ്റായിട്ടിരിക്കും. ഇപ്പം നമ്മൾ നന്നായി മൈക്കാട് പണിയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് പോയി ഒന്ന് ചുമ്മാ ഒന്നൊരു പഞ്ചിങ്ങിന് പോയാൽ ഒരു പഞ്ചിക്കും, അതോടെ നമ്മൾ വീണിച്ചാവും. എഴുന്നേറ്റ് ഓടാൻ വേണ്ടി തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരുടെ കൈയൊക്കെ എടുത്തു വെച്ച് നോക്കണം. ഒരടി അതങ്ങണം വെച്ച് വാങ്ങിച്ച അന്നോടെ അത് ഒരു 5-6 ദിവസത്തേക്ക് തരിക്കും. അമ്മാതിരി അടി അവർ തരും. കാരണം ആയുധം എടുക്കുന്ന കൈകളാണ്, തഴമ്പിച്ച കൈകളാണ്. അത് അങ്ങനെ റെഗുലറായി വർക്ക് ചെയ്ത് അവർ ഹാർഡാക്കി എടുത്ത അവരുടെ ബോഡി ആണ്. അത് തന്നെയാണ് ആൺകുട്ടികളുടെ പ്രിവിലേജ്. രണ്ടുപേരും ഈക്വലാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ പാമ്പർ ചെയ്ത് വളർത്തുന്ന ഒരു ആൺകുഞ്ഞിനെ എടുക്കാം, അതേസമയം അത്യാവശ്യം കളിക്കാനും തൊഴിലിനും ഒക്കെ വിട്ടിട്ടുള്ള ഒരു കുട്ടി, സാധാരണ ഉള്ള ഒരു കുഞ്ഞിനെ എടുക്കാം. അതും ഇതും കൂടെ തമ്മിൽ കോമ്പീറ്റ് ചെയ്ത് ആ കുട്ടി ജയിക്കും. നമ്മൾ എത്ര പ്രോട്ടീൻ ഫുഡൊക്കെ ഫീഡ് ചെയ്ത് വളർത്തിയാലും ഇത് ബ്രോയിലർ ചിക്കനുകൾ നാട്ടുകോഴിയാണ്. ആ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഫിസിക്കൽ ഇഷ്യൂ ആണ്, അതാ പറഞ്ഞത്. ഇത് തന്നെയാണ് ഇവരുടെ വിക്ടറി. ഇവർ ചെറിയ പ്രായത്തിൽ തൊട്ട് കുട്ടികളുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? പെൺകുട്ടികളെ നന്നായിട്ട് അങ്ങോട്ട് ഒരുക്കും. നല്ല മുടി. ഇപ്പം ഞാനും ലൈവൊക്കെ ഇടുമ്പോൾ പലരും വന്നിട്ട് നല്ല കമ്മല്, നല്ല പൊട്ട്, നല്ല ചുണ്ട്, നല്ല കണ്ണ്, ഇതൊക്കെയല്ലേ അവരുടെ കൺസെപ്റ്റ്. പറയണ എന്തെങ്കിലും അതിൻ്റെയൊക്കെ ചെവി കയറുന്നുണ്ടോ? അതങ്ങനെ കുറേ പേരുണ്ട്. അവരാണ് സത്യത്തിൽ ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതേപോലെ കുറേ മടിച്ചികളുണ്ട്. എൻ്റെ ചേട്ടൻ എൻ്റെ മച്ച എന്നെ പൊന്നം പോലെ നോക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, നിനക്ക് അസൂയ മൊത്തം തന്നെ ഇതൊക്കെ പറയണേന്ന് പറയും. അതേസമയം പുള്ളി കൊണ്ടുവരുന്ന ആ ഒരു ഫീഡിങ്, അതായത് പുള്ളി കൊണ്ടുവന്ന് തരുന്ന പൈസ, അത് വെച്ച് നമ്മൾ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ
100% നമുക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവത്തില്ല, നമുക്കത് ധൈര്യമായിട്ട് എടുക്കാനും ഒക്കത്തില്ല. വിവാഹം കഴിഞ്ഞു, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ചില എണ്ണത്തിനെ കാണാം, മൂടുകുത്തി ഇടിക്കാൻ തോന്നുന്ന ടൈമാണ്. നമ്മൾ ആൺ പെൺ സ്വാതന്ത്ര്യം സമത്വത്തിനെ കുറിച്ച് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഈക്വൽ ആക്കാൻ ശ്രമിക്കണം. ഇപ്പം ആൺകുട്ടികളെ വിവാഹം കഴിച്ചാൽ വീട്ടിൽ തന്നെ നിർത്തും, അമ്മയ്ക്കൊപ്പം നിൽക്കാം, ആജീവാനന്ദ അമ്മയോടൊപ്പം നിൽക്കാൻ പറ്റുന്ന പ്രിവിലേജ് ആൺകൊച്ചിനാണ്, ആ വീടും അവനിക്ക് കിട്ടും. പക്ഷേ പെൺകൊച്ചിന് നല്ല ഒരു സ്വത്തും പൊണ്ണും പണവും കാറും ബംഗ്ലാവും ഒക്കെ കൊടുത്താലും അവൾ പോവേണ്ടത് മറ്റൊരു ദേശത്തേക്കാണ്. അവൾക്ക് എന്തോ ഇതൊക്കെ കൊടുത്തു വിടണം, അവളെ അങ്ങനെ അങ്ങോട്ട് ഹോണർ ചെയ്യണമെന്നാണ് നമ്മുടെ സൊസൈറ്റി എന്നെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ട, 2 പേർക്കും ഈക്വൽ റൈറ്റ്സ്. കുട്ടിക്ക് ഇവിടെ നിൽക്കാനാണെങ്കിൽ ഇവിടെ നിർത്തണം, ഇവിടെ നിൽക്കണം, പേരൻസിനെ നോക്കണം, ആൺ പെൺ വ്യത്യാസമില്ലാതെ പേരൻസിനെ നോക്കണം. അത് അവരെ കുളിപ്പിക്കണം ഒരുക്കണം എന്നല്ല, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് പെൺകുട്ടികളും കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്തടുത്താണ് ഈ പറയുന്ന ഡിപ്പെൻഡിങ് മൂഡ് വരുന്നത്. അപ്പോൾ ഈ ആൺകുട്ടികളത് കൊടുക്കും, അവർക്ക് ചോദ്യമില്ല. കാരണം അവൻ സമ്പാദിക്കുന്ന ഒരു എമൗണ്ട് അവൻ്റെ പേരൻസിന് കൊടുക്കുന്നു, അവൻ്റെ വൈഫിനും കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും അവിടെ വോയിസ് ഇല്ല. ഇനി അവൾക്കൊരു വോയിസ് ഉണ്ടെങ്കിൽ അവിടെ കുത്തിത്തിരിപ്പായി 2 കൂടെ അടിച്ചു വരുന്ന അടുത്ത വീട്ടിൽ പോകുന്നതാവും. ഇതൊക്കെ വരുന്നത് എപ്പോഴെന്നറിയാമോ? നമ്മൾ സ്വയം പര്യാപ്തരാകാതെ വരുമ്പോഴാണ്. നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ എഫേർട്ട് എടുക്കേണ്ട നമ്മളാണ്. കാന്തപുരം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മതവിശ്വാസത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്കടുത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും അതിനെ വളരെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ ഉള്ള പെൺകുട്ടികളാണ് അത് ചോദ്യം ചെയ്യുന്നത്, ഞാനല്ല. നിങ്ങൾക്ക് എന്നെ കാണാവുന്നില്ലല്ലോ, ഐ ആം ഇൻഡിപെൻഡന്റ് ഇനഫ്. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരാളും കൈവെക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ഞാനത് അലോഡ് ചെയ്യത്തില്ല. ബിക്കോസ് ഞാൻ സെൽഫ് മെയ്ഡ് വുമൺ ആണ്, ഞാൻ സ്വയം പര്യാപ്തത നേടിയ ഒരു സ്ത്രീയാണ്. എനിക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യം, പറ്റി അതിനകത്തൊരു മാരേജ് പോലും ബ്രോക്ക് ആയിട്ടുണ്ട്, ബട്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. അത് നാട്ടുകാരൊക്കെ നല്ല പതിവ്രതയായ നല്ലൊരു ബന്ധം നഷ്ടപ്പെടുത്തിയ ഒരു പെണ്ണെന്നുള്ള ടേമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേബലൈസ് തന്നാൽ പോലും എൻഡ് ഓഫ് ദ ഡേ എൻ്റെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ വാലിഡ്. എനിക്ക് സ്വസ്ഥത വേണം, അതാണ് ഞാൻ ചിന്തിച്ചത്. മറ്റുള്ള നാട്ടുകാരെന്ത് പറയണോ, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് പോയി പിന്നെ സൊസൈറ്റിയെ നോക്കി കൊക്കറി കാണിക്കുന്നതിലും ഭേദം ബി യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. അത് മനസ്സിലാക്കാൻ വൈകി പോകുന്നിടത്താണ് ഈ ഫ്രസ്ട്രേഷൻ വരുന്നത്. നമ്മൾ പലപ്പോഴും വീട്ടുകാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിൽക്കും. മടിച്ചികളാണ്, കള്ളികളാണെന്ന് ഞാൻ പറയും. അതൊക്കെ ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റാണ്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വയ്യ, നിങ്ങൾക്ക് എഫർട്ട് എടുക്കാൻ വയ്യ, റിസ്ക് എടുക്കാൻ വയ്യ. എല്ലാ ബിസിനസ് സക്സസിൻ്റെ ബിഹൈൻഡ് ഒരു റിസ്ക് ഉണ്ടെന്ന് പറയും. ഏത് ബിസിനസ് എടുത്തു നോക്കിയാലും അതിനകത്ത് അവർ കളിച്ച റിസ്കി ഗെയിമാണ് അവരെ കൊണ്ട് അത് സക്സീഡ് ചെയ്യിപ്പിച്ചുള്ളത്. ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാകാത്തിടത്താണ് നിങ്ങൾക്ക് ഈ അപജയം വരുന്നതും അടിമത്തം അനുഭവിക്കേണ്ടി വരുന്നതും. മതവാദങ്ങളെല്ലാം തന്നെ പെണ്ണുങ്ങളെ സംരക്ഷിക്കാനാണ് പറയുന്നത്. ഇതൊന്നും ഇന്നുണ്ടാക്കിയ മതങ്ങളല്ല. ഇന്നുണ്ടാക്കിയ മതം ഒന്ന് മാത്രമേ ഉള്ളൂ, രജുരാധ മായാവി ഈ മതം. ഡിംഗമതവും അല്ല, മായാവി മതം. അതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം ഇതൊക്കെ 6ാം നൂറ്റാണ്ട്, 5ാം നൂറ്റാണ്ട്, 4ാം നൂറ്റാണ്ട്, 1ാം നൂറ്റാണ്ട് തൊട്ടുള്ള മതങ്ങളാണ്. അപ്പൊ ആ നൂറ്റാണ്ടുകളിലുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ബോധമാണ്. മതങ്ങൾ മനുഷ്യനിർമ്മിതമാണ്, ദൈവനിർമ്മിതമല്ലേ. ദൈവം പറഞ്ഞു തന്നു, ദൈവം ചെവിയിൽ ഊതി തന്നു എന്നൊക്കെ പറയണമെന്നല്ലാതെ നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പം അതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. എപ്പോഴുള്ള മനുഷ്യർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അവർക്കുള്ള ബോധം അവർ പറഞ്ഞു തന്നു, നിങ്ങളത് എഴുതി വെച്ചിട്ട് ഇന്നും അതും കൊണ്ട് നടക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയാണ്, 2 പേരും ഒന്നിച്ച് ജോലിക്ക് പോകുന്നു, ഒന്നിച്ച് സക്സസ്ഫുള്ളായിട്ട് ഒരു ഈഗോയും വെക്കാതിരുന്നാൽ ആ ലൈഫ് ഭയങ്കര സക്സസ് ആയിരിക്കും. ഒരു വിവാഹം നമ്മൾ നിശ്ചയിക്കുമ്പോൾ ആണിനോടും പെണ്ണിനോടും പറയേണ്ടത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനാണ്. പരസ്പരം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഒരു ക്ലാഷോടെ വരത്തില്ല. അടിയൊക്കെ ഉണ്ടാവും, ഇതെന്തിനെടുത്തു അതെന്തിനെടുത്തു എന്നുള്ള നിസ്സാര വഴക്കുണ്ടാവും. എന്നതിനപ്പുറം നിങ്ങളുടെ ക്യാരക്ടർ ഇതാണെന്ന് മനസ്സിലാക്കി തമ്മി തല്ലില്ല, ഷുവറാണ്. അപ്പോൾ അതിനെന്ത് വേണം? അവളൊരു വ്യക്തിയാണ് എന്നുള്ള ബോധം അവനിൽ ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. അതിന് ആര് ഇനിഷ്യേറ്റീവ് എടുക്കണം? അമ്മമാർ ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പോൾ എനിക്ക് 2 ആൺമക്കളാണ്. നിശ്ചയമായും ഇവിടെ വരുന്ന പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ഞാനത് അവരുടെ ബോധം നൽകി കൊടുത്തിട്ടുണ്ട്. വരുന്നവൾ ഓരോരുത്തരും ഓരോ വ്യക്തിയാണ്. ഇവിടെ ആണിന് ഇങ്ങനെ ഒരു നിയമം, പെണ്ണിന് ഇങ്ങനെ ഒരു നിയമം, ആണല്ലേ പെണ്ണുങ്ങൾ ഒച്ചയിടാൻ പാടില്ല, ആണുങ്ങൾ ഇങ്ങനെ പറയാം, ഇതൊന്നും ഇവിടെ ഇല്ല. അത് നമ്മളുടെ വളർപ്പ് പോലെ ഇരിക്കും എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ ഈ കാന്തപുരത്തിന്റെ വിഷയത്തിലേക്ക് ഞാൻ അഭിപ്രായം പറയാത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്ക് ഈ പറയുന്ന മെക്സവനെതിരെ പുള്ളിക്ക് ഒരു ഐഡിയ തോന്നിയത് മതം കൊണ്ട് ഇതിനെ അടിച്ചാൽ അതങ്ങ് സ്റ്റോപ്പ് ആവും. അതിന് ഒപ്പോസിഷൻ ചെയ്യേണ്ടത് മെക്സവനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. നിങ്ങൾക്ക് ഹെൽത്ത് വേണ്ടേ, നിങ്ങൾ പോകുമെന്ന് പറയുക, അങ്ങേരോടെ കടന്ന് പറയട്ടെ, അത്രയേ ഉള്ളൂ. അതിനകത്തൊന്നും പറയണ്ട. അതിനകത്ത്
എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, വേണമെങ്കിൽ ഞാനൊരു ഇൻട്രോ തരാം. അതിൽ അന്ന് കാലത്ത് മുഹമ്മദ് നബിക്കൊപ്പം ജീവിച്ച പെണ്ണുങ്ങളെ പറ്റിയിട്ടാണ്. അവർ സ്വതന്ത്രരായിരുന്നു, അവർക്ക് തീരുമാനമെടുക്കാനും സംസാരിക്കാനും ഉള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു. ആ മതത്തിൽ നിന്നാണ് ട്രാൻസ്ഫോർമേഷൻ വന്ന് ഇവർ ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നത്. ഇതിൻ്റെ വിഭാഗീയതകളാണ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ പോലും ആ മതത്തിൽ പെണ്ണുങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം നിഷ്കർഷിക്കുമ്പോൾ ഇവരിതില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതിനെ വളച്ചൊടിച്ചതും വൃത്തികെട്ട വ്യാഖ്യാനം കൊടുക്കുന്നത് ആരാണ്? ഇവരൊക്കെയല്ലേ. അതിന് വേണമോ വേണ്ടയോ എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഹിജാബ് പോലെ ഒരു ചോയ്സ് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കംഫർട്ടായി തോന്നുന്നത് എപ്പോഴാണ്? നിങ്ങളെ നോക്കി മറ്റുള്ളവർ പറയുമ്പോഴാണ്. എങ്ങനെ ഹിജാബൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള ഒതുക്കമുള്ള പെണ്ണ്, എന്തൊരു സുന്ദരി മൊഞ്ചത്തി കുട്ടിയാ എന്ന് പറയുമ്പോൾ ശരിയാ. അതിനൊരു ധ്വനിയും കൂടെ ഉണ്ട്, മറ്റവർ ഫ്രോഡാണോ. ആ ധ്വനി ഈ പറയുന്ന കുശുമ്പ് പിടിച്ച ആൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടും. ലോകത്തിൽ വെച്ച് ഏറ്റവും മാന്യയും പതിവ്രതയുമായത് ഞാനാണ്, ഹിജാബ് ഇട്ടത് കൊണ്ട് ഞാൻ. അതാണോ? ഹിജാബ് ഇട്ടിട്ട് തണ്ടില്ല ആദരം കാണിച്ചാണെങ്കിൽ പൊക്കത്തരം കാണിച്ചാൽ പോരെ. അപ്പോൾ അതില്ലാതെ ഹിജാബില്ലാതെ നടക്കുന്നവരാണ് കുറച്ചുകൂടെ മാന്യതയിലുള്ളവരെന്ന് ഞാൻ പറയും. ഓപ്പൺ സെക്സ് അല്ല, ഈ മതബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പലരും ആഗ്രഹിക്കുന്ന ഓപ്പൺ സെക്സ് എങ്ങനെ നടക്കുക, രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുക, അതൊക്കെയാണ് ഓരോരുത്തരുടെ കൺസെപ്റ്റ്. അതല്ല, ഇത്തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കണം. അതിനകത്ത് നിന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ, അവർ പിടിച്ച് പുറത്താക്കുമെങ്കിൽ പുറത്തു നിന്നുകൊണ്ട് പ്രതിഷേധിക്കുക. നമ്മൾ ഒരു റോൾ മോഡൽ ആകുമ്പോൾ തന്നെ പകുതിയിലേറെ പ്രോബ്ലംസ് ഇവിടെ കോംപ്രമൈസ് ആകും. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനീതിയൊക്കെ മക്കനെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളാണ്. എൻ്റെ ഇത്ത അങ്ങനെയില്ല, ഞാനും ഏകദേശം ഇതേ ലെവല്. പക്ഷെ വീട്ടിൽ വന്ന നാത്തുമാരൊക്കെ മക്കനെ ഇടും. ഒരാൾ തലയിൽ തട്ടമിടും, ഒരാൾ ഭാരതയ്ക്കകത്താണ്, പക്ഷെ മുഖം മറക്കത്തില്ല. അത് ഓരോരുത്തരുടെ റൈറ്റ്സ് ആണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഡ്രസ് കോഡ് കൊണ്ടുവരട്ടെ. അത് നമ്മൾ എതിർക്കാനും പോകണ്ട, അനുകൂലിക്കാനും പോകണ്ട, എതിർക്കാനും പോകണ്ട എന്നുള്ളതാണ്. ഈ പറഞ്ഞ വ്യക്തിത്വം ആരോട് പറഞ്ഞോ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ആണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ ആ വ്യക്തികൾ പ്രതികരിക്കട്ടെ. മാക്സ് 7 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ പ്രതികരിക്കട്ടെ. നമ്മളതിനകത്ത് അഭിപ്രായം പറയണ്ട. കാരണം അയാൾ മൊത്തം മുസ്ലിങ്ങളെയല്ല പറഞ്ഞത്, മൊത്തം മുസ്ലിം സ്ത്രീകൾ നാളെ മുതൽ പറ്റത്തില്ല എന്നല്ല, മാക്സ് 7 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെയാണ് പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ മതത്തിലുമുണ്ട്. പക്ഷെ അത് ഞാൻ വീണ്ടും പറയണു, അത് വ്യാഖ്യാനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. മെയിനായിട്ട് ഈ സംരക്ഷണം എന്നൊരു ടേമാണ് പറഞ്ഞതെങ്കിൽ പോലും ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ എന്ന് പറയുന്നിടത്ത് മനുസ്മൃതിയിൽ പെണ്ണുങ്ങളോടുള്ള ഒരു ടേം അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ മേരി റോയ് ഒറ്റയ്ക്ക് പോയി പൊരുതി ഈ സഭക്കാരെ എല്ലാം അടിച്ചിട്ടുകൊണ്ട് കൊണ്ടുവരുമ്പോൾ സ്ത്രീ എത്ര പവർഫുൾ ആണെന്ന് മേരി റോയെ നോക്കിയാൽ മാത്രം മനസ്സിലാകും നമുക്ക്. സഭക്കാരെത്ര ടാലൻ്റ് ഉള്ളവന് പൈസ കൊണ്ടും അവരെ എത്രത്തോളം ബലമുള്ള ആൾക്കാരാണ്, അവരെ കൂടെ അടിച്ചു നിന്നുകൊണ്ട് ഈ നിയമം പാസ്സാക്കി കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് മുഹമ്മദ് നബി അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു നിയമത്തിനെ വളച്ചൊടിച്ച് നാട് നീളെ പെണ്ണ് കെട്ടി നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേമിനെ ഷാബാനുമാണ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു കൊടുത്തത്. എങ്ങനെ? 10 ലക്ഷം പെണ്ണുങ്ങളുടെ ഒപ്പ് ശേഖരണവും കൊണ്ട് പുള്ളിക്കാരത്തി കേസിന് പോയി നടന്നു, സക്സീഡ് ചെയ്തു. അത് പക്ഷെ വളച്ചൊടിച്ചതും രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ്. അത് വക്കഫ് കൊടുക്കട്ടെ എന്ന ടൈമിലേക്ക്. അങ്ങനെയല്ല, ആര് ഉപദ്രവിച്ച് അവരെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്, വക്കഫല്ല കൊടുക്കേണ്ടത് എന്നുള്ളത് എൻ്റെ തീരുമാനം. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ പറയുന്ന എല്ലാ മതവിശ്വാസങ്ങളിലും മതബോധങ്ങളിലും ഇത് രണ്ടുമുണ്ട്. ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ളത് കുറച്ചുകൂടെ ലൈറ്റായി പറഞ്ഞാൽ, നിങ്ങൾ പ്ലസ് ടു പാസ്സായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഒരു പക്ഷേ സൈക്കോളജിയോ ഫിസിയോതെറാപ്പിയോ ഒക്കെ എടുത്തിട്ട് BSc ഒക്കെ ചെയ്യാനായിരിക്കും നിങ്ങളുടെ താല്പര്യം. പക്ഷേ വീട്ടുകാർ പറയണം എഞ്ചിനീയറിങ്ങിന് പോകണം അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോകണം എന്ന് പറയും. അതിൻ്റെ ബെനിഫിറ്റും അവർ പറഞ്ഞു തരാണ്. ചൂസ്, അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളാണ് പഠിക്കേണ്ടത്. നമ്മൾ മനസ്സോടെ സന്തോഷത്തോടു കൂടി നമ്മളൊരു വിഷയം എടുത്തു വെച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ 100% ഉണ്ടാവും. നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാം ആൻഡ് ക്വയറ്റ് നമുക്കത് ഹാപ്പിനെസ് കൊണ്ടും തരും. പക്ഷെ മറ്റാർക്കോ വേണ്ടി ചെയ്യണം. നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല. നമ്മൾ വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവും. ആ ഇറിറ്റേഷൻ നമ്മുടെ ലൈഫിലുണ്ടാകും. സ്ട്രെസ്ഫുൾ ആയിരിക്കും. നമുക്കതിൽ നല്ല ജോലി കിട്ടിയാൽ പോലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അതിനകത്തുണ്ട്. അതിനാണ് ആ കാര്യം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. വീട്ടുകാർ നിർബന്ധിക്കില്ല. അല്ലെങ്കിൽ നിർബന്ധിച്ചാലും അവരോട് ഫൈറ്റ് ചെയ്യാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം. അതങ്ങനെ പാടുള്ളൂ. ഇപ്പോൾ വെള്ളത്തിൽ വീണ നമ്മൾ വെള്ളം പറയുമ്പോൾ താന്ന് വന്നിട്ട് ഞാൻ മുക്കി കൊല്ലട്ടെ, ഇല്ല ഞാൻ താഴൂല എന്ന് നമ്മൾ കൈകാലിട്ടടിക്കുന്നത് എന്തിനാ? നമ്മുടെ നിശ്ചയദാർഢ്യം ചത്തു പോകാൻ താല്പര്യമില്ല, സൗകര്യമില്ല. നിന്നെ തോപ്പിക്കും ഞാനൊന്ന് നിലവെള്ളം ചവിട്ടി നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അത് തന്നെയാണ് കുടുംബത്തിൽ നടക്കുന്നത്. നമ്മളടുത്ത് പലതും പറയും ആ മുക്കി കൊല്ലട്ടെ, പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം പെൺകുട്ടികൾക്കുണ്ടാകണം. അതിന് സ്വയം പര്യാപ്തരാകണം. ആ സ്വയം പര്യാപ്തത ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധം ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അമ്മയാണ്. കാരണം
പണ്ടത്തെ അടിമയാണ് താൻ എന്നുള്ള ബോധം അവക്കുണ്ടാകണം. ഞാൻ അനുഭവിച്ച അടിമത്തം എൻ്റെ മകളോ എൻ്റെ മരുമകളോ അനുഭവിക്കാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യം ഒരു വീട്ടിലെ കുടുംബിനികൾക്കുണ്ടായാൽ ബാക്കിയുള്ള കുട്ടികൾ ഫുൾ സേവ് ആവും. അപ്പം ഈ വിഷയത്തിൽ ഉസ്താദിനെ പറയാനായിട്ട് എനിക്കൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബോധ നിലവാരം, അദ്ദേഹം പഠിച്ച ദീൻ അതാണ്. ആ ദീനിൽ സ്ത്രീകൾക്കുള്ള സപ്പോർട്ടും സ്ത്രീകളെ എത്രത്തോളം ഇതാക്കി വെച്ചിരിക്കുന്നു എന്നും അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടായിരിക്കും. ഇനി അറിഞ്ഞാലും അറിവില്ലെന്ന് നടിക്കുന്നതായിരിക്കും. കാരണം സ്ത്രീകൾ പുറത്ത് ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വിളമ്പി തരാനും നമ്മളെ ഇങ്ങനെ ജോലിക്കാരി എന്ന ലെവൽ അടിമയായി നോക്കാനും ഒരാൾ ഇല്ലാതാവുക എന്നുള്ളത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങളിൽ നിക്ഷിപ്തമാണ്. നിങ്ങൾക്ക് ബോധമില്ലായ്മയും നിങ്ങളുടെ മടിയും കാരണം നിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണെന്നൊരു പുറംചട്ട ഇട്ടുകൊണ്ട് നിങ്ങളെ അവിടെ പിടിച്ചിരുത്തും. അവിടെ കയറി കുത്തിയിരുന്നിട്ടല്ലേ മറുത്തു പറയൂ, തിരിച്ചറിയൂ, തിരിച്ച് കാര്യം പറയൂ. അതിന് ഉടനെ നാളെ രാവിലെ ഇറങ്ങി എനിക്ക് വീടും വേണ്ട, കൂടും വേണ്ട, എൻ്റെ സഹോദരൻ വേണ്ട, അച്ഛനും വേണ്ട, ആരും വേണ്ട, ഞാൻ പോണതാ ബൈക്കിൻ്റെ പിറകിൽ കയറി രാത്രി ചുറ്റാൻ പോകണം. അങ്ങനെയല്ല അതിന് മറുപടി. നിങ്ങളുടെ അഭിപ്രായം പറയാനും നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും നിങ്ങളെക്കാൾ മറ്റൊരാൾ വരില്ല എന്നുള്ള തിരിച്ചറിവ് ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളാണ് നിങ്ങളുടെ ശരി പറയേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, മറ്റൊരാളല്ല. അഭിപ്രായം പലർക്കും പറയാം, നിങ്ങൾക്ക് എല്ലാവരുടെ അഭിപ്രായവും ചോദിക്കാം. തീരുമാനം അത് നിങ്ങളുടേതായിരിക്കണം, സ്ത്രീകളുടേതായിരിക്കണം. അതിനെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും നിഷ്കർഷിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ പലതും പാടി പാടി അവിടെ ഇരിക്കും, അത്രയേ ഉള്ളൂ. വേണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് PH വേണോ ബെൻസ് വേണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ബെൻസ് മതി എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് വാങ്ങിക്കാനുള്ള ഫിനാൻഷ്യൽ കണ്ടീഷൻ എനിക്കുണ്ടെന്നും EMI അടിക്കാനുള്ള പേയ്മെന്റ് എൻ്റെ കയ്യിലുണ്ടെന്നും പറയാനുള്ള ആ ധൈര്യം, അതിനെയാണ് നിലപാട് എന്ന് പറയുന്നത്. ആ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു പ്രശ്നമില്ല. ഇല്ല എനിക്ക് PH കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാളവണ്ടി ആയാലും മതി, ഞാൻ രാവിലെ മീനൊക്കെ നോക്കി ചോരം കറിയൊക്കെ വെച്ച് ഇവിടെ കാണാൻ കുത്തിയിരുന്നോളാം എന്ന് പറയുന്ന പെണ്ണുങ്ങൾ ആജീവാനന്ദം അങ്ങനെ തന്നെയായിരിക്കും. അവർക്ക് ലൈഫ് ലോങ് ആ ഒരു അടിമത്വം തന്നെയായിരിക്കും നമുക്ക് കൊടുക്കാനും പറ്റുക. കണ്ടു വളരുന്ന കുഞ്ഞുങ്ങളും അവരെ ആ രീതിയിൽ കൺസിഡർ ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും. നമുക്കൊരിക്കലും ഇതുപോലെ ചോദിച്ചു വാങ്ങിക്കാനൊക്കത്തില്ല. അത് സ്വമേധയാ ഒരാളോട് തോന്നേണ്ടതാണ്. അതുണ്ടാകാൻ നമ്മളും കൂടെ എഫർട്ട് എടുക്കണം എന്നുള്ളത് വസ്തുത. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. പൊങ്കാലകൾ വെൽക്കം. ഐ ആം എക്സ്പെക്ടിങ് ഇറ്റ്. താങ്ക് യു.